നമ്മൾ അതിസങ്കീർണമെന്ന് തോന്നിപ്പിക്കുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ഒരു മിഷൻ അത് എത്ര ലളിതമായാണ് ശാസ്ത്രലോകം കൈകാര്യം ചെയ്യുന്നതെന്ന് അത്ഭുതമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കടലിൽ വന്ന് പതിക്കുന്ന ഈ പേടകത്തെ എത്ര ലളിതമായി ഒരു ബോട്ട് കൊണ്ട് അത് കരയ്ക്കടുപ്പിച്ച് മറ്റൊരു ഈ റിക്കവറി ഷിപ്പിലേക്ക് മാറ്റുന്നു. അല്പസമയത്തിനകം തന്നെ ഈ 4 പേരെയും ഈ പേടകത്തിലുള്ള 4 പേരെയും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ നാസയുടെ പബ്ലിക് അഫയേഴ്സ് വിഭാഗം പറയുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ ഈ പേടകം ഈ റിക്കവറി ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചുറ്റും ഡോൾഫിനുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഇത് ആലങ്കാരികമായിട്ടാണെങ്കിൽ നമുക്കത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ ഈ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്കായിരിക്കും ഈ 4 പേരെയും മാറ്റുക. ഭൂമിയിലെ ജീവിതം അതുപോലെ തന്നെ ഈ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലെത്തിയതിനു ശേഷം ഇവിടുത്തെ ജീവിതം വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ അവർക്ക്, മെഡിക്കൽ സഹായങ്ങളടക്കം അവർക്ക് നൽകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ അവർ അവിടെ താമസിക്കും. ഇപ്പോൾ ഈ മിഷൻ സക്സസ് ആയതിനു ശേഷം ഈ മിഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ഇവരോട് സംസാരിച്ചത് എന്തെന്നും അതുപോലെ തന്നെ അവരുടെ മറുപടിയും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വെൽക്കം ഹോം എന്നാണ് ഈ മിഷൻ കൺട്രോളിൽ നിന്ന് ഈ 4 പേരോടും പറഞ്ഞത്. അപ്പോൾ വാട്ട് എ റൈഡ്, ഐ സി എ ക്യാപ്സ്യൂൾ ഫുൾ ഓഫ് ഗ്രിൻസ് ഇയർ ടു ഇയർ എന്ന മറുപടിയാണ് നിക് ഹേഗ് ഇവർക്ക് നൽകിയത്, മിഷൻ കൺട്രോൾ റൂമിലേക്ക് നൽകിയത്. ഇത്തരത്തിലുള്ള വളരെ സന്തോഷകരമായൊരു നിമിഷമായിരുന്നു ഈ സ്പ്ലാഷ് ഡൗൺ നടന്ന സമയം, ദൗത്യം വിജയകരമായി നടന്ന സമയത്ത്. ഈ 4 പേരെയും അല്പസമയത്തിനകം തന്നെ നേരിട്ട് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാസ ടീം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഈ ഹൂസ്റ്റണിലെ ഈ ജോൺസൺ സ്പേസ് സെന്ററിലേക്കായിരിക്കും ഇവരെ ഈ 4 പേരെയും മാറ്റുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം.